എടപ്പാൾ നടുവട്ടം അയിലക്കാട് റോഡിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഓക്സിഫ്ലോ കമ്പനി തുടങ്ങാൻ പോകുന്ന മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി താലൂക്കിൽപ്പെട്ട ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മറ്റും മാലിന്യ വസ്തുക്കളും ലോറികളിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവിടെ പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് കുപ്പികളിൽ സുന്ദരമായ കവറിങ്ങോടുകൂടി വാങ്ങുന്ന വെള്ളം കോളിഫോം ബാക്ടീരിയ അടങ്ങിയിരിക്കുന്ന വെള്ളമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ അതിനകത്ത് എൻഡോസൾഫാൻ ഉണ്ടായിരിക്കണം. കോളിഫോം ബാക്ടീരിയ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ സാധനം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളതിൽ ആന്റി കോളിഫോം ബാക്ടീരിയ അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനം എൻഡോസൾഫാനാണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തെ നശിപ്പിക്കുന്നു, ആരോഗ്യത്തിൽ വായുവിനെ മലിനീകരിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ ഓണത്തിന് ഇവിടെ വന്ന പച്ചക്കറി മുഴുവൻ നമുക്കറിയാം സത്യമംഗലത്ത് നിന്ന് വരുന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന്. കേരള സ്പെഷ്യലാണ്. കാരണം വളവും കീടനാശിനിയും വ്യാപകമായിട്ട് ചേർത്ത് ആ സാധനമാണ് നമ്മൾ ഇവിടെ കയറ്റിയിരിക്കുന്നത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോഴി ഇറച്ചിയായാലും ശരി, മുട്ടയായാലും ശരി, പച്ചക്കറി ആയാലും ശരി, പഴങ്ങളായാലും ശരി. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ മാലിന്യം ചേരും. PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KP സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് M നജീബ്, എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ, M രോഹിത്, നടരാജൻ, ഹംസ വട്ടംകുളം, ഖമറുദ്ദീൻ, പ്രഭാകരൻ നടുവട്ടം, അനീഷ് കാലടിത്തറ തുടങ്ങിയവർ സംസാരിച്ചു. VK രാജു നന്ദി പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.